ഈ മുസ്ലിം ലീഗ് ആകെ മാറിയെന്ന് തോന്നുന്നു. സത്യപ്രതിജ്ഞാ വേദിയിൽ അവരെല്ലാവരും വന്ദേ മാതരം വളരെ അനുസരണയോടുകൂടി കേൾക്കുന്നു. മനസ്സിൽ ഒരുപക്ഷെ ചൊല്ലിയിട്ടുണ്ടാകാം, ചുണ്ടനക്കിയില്ല. പിന്നെ ഇവർ വലിയ അവരുടെ പതിവ് തൊപ്പികളൊന്നും ധരിച്ചൊന്നും അല്ല അവർ സത്യപ്രതിജ്ഞയിലേക്ക് വന്നത്. അതുപോലെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ ഒരു മാറ്റമാണല്ലേ ലീഗിൽ നിന്ന്. ലീഗിലൊരു മാറ്റം, എനിക്ക് ഈ ലീഗിൻ്റെ ഓരോ മാറ്റവും എനിക്ക് സന്തോഷം നൽകുന്നത്. എൻ്റെ വല്യാപ്പയും ബാപ്പയും ഞാനും ഒക്കെ നടക്കുന്ന വഴിക്കാണ് ലീഗ് കുറച്ച് വൈകിട്ടാണ് നടക്കുന്നതെന്നുള്ള സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ പറയാൻ കാരണം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയ സമയത്ത് എൻ്റെ വല്യാപ്പയൊക്കെ ആയിരുന്നു കോൺഗ്രസിനെ കൂടെയുള്ളത്. അന്ന് അവരെ ഹിന്ദുക്കളിൽ നിന്ന് കളിയാക്കിയായിരുന്നു ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ അവരന്ന് മറ്റേ ജിന്നയുടെ കൂടെ ആയിരുന്നു. പക്ഷെ സാറിനും കിട്ടി ജിന്ന വരെ 8 പോയതിനു ശേഷം അവരന്ന് വല്യാപ്പയൊക്കെ എടുത്ത ലൈനിലേക്ക് കോൺഗ്രസിനെ ദേശീയ പാർട്ടിയായിട്ട് മതേതര പാർട്ടി അംഗീകരിച്ച് ഇന്ത്യനെ സ്വന്തം രാജ്യമായിട്ട് അംഗീകരിച്ച് അതിനോട് നീതി പുലർത്തി കൂറ് പുലർത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അതായത് എൻ്റെ വല്യാപ്പ സഞ്ചരിച്ച വഴിക്ക് അവർ 20 വർഷം കഴിഞ്ഞിട്ട് സഞ്ചരിച്ചു. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് ആയിട്ട് പിന്നെയുള്ള അവിടെ സമയം എൻ്റെ വാപ്പയൊക്കെ തന്നെ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ മുഖം, കോൺഗ്രസിന് കീഴ്പ്പെട്ട് വേണം മുസ്ലിംസ് നിൽക്കണം എന്നുള്ള സമീപനമായിരുന്നു. കാരണം പാകിസ്ഥാൻ മേടിച്ചു പോയതാണ്. ആ സമീപനത്തിലേക്ക് ലീഗ് പിന്നെ വന്നു. ഇപ്പോൾ CHൻ്റെ ഒക്കെ സമയമാകുമ്പോഴേക്ക് ലീഗ് ആ രീതിയിൽ തന്നെ കോൺഗ്രസിന് കീഴ്പ്പെട്ടായിരുന്നു നോക്കുന്നത്. അത് ഞാനൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ BJP ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടന ശത്രുക്കളായി കരുതരുത്. അവരെന്തെങ്കിലും പ്രശ്നം വരെ സംസാരിച്ചിട്ട് ആ കൺഫ്യൂഷൻ മാറ്റിയാണ് വേണ്ടത്. 2, RSS പറയുന്നത് എല്ലാം ഹിന്ദുയിസായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. RSS പറയുന്നത് പലതും യൂറോപ്യൻ നവോത്ഥാനവും ചിലതൊക്കെ ഫാസിസവും ചിലതൊക്കെ കമ്മ്യൂണിസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമീപനങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ ഹിന്ദുവിൻ്റെ മേൽ ഏൽപ്പിക്കരുത്. 2, NSS SNDP ഒന്നും ഈ മുസ്ലിം വിരുദ്ധ സംഘടനകളല്ല. അപ്പോൾ ഗുരുദേവനാണെങ്കിലും അന്നത്തെ ആചാര്യനേക്കാളും മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചതാണ്. അല്ലാതെ നിങ്ങൾ BJP പറയുന്ന നേതാക്കന്മാർ NSSകാരാണ് അല്ലെങ്കിൽ നായന്മാരാണ് അല്ലെങ്കിൽ SNDPയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഭയങ്കരമായിട്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഈ എൻ്റെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ നായന്മാരെയും ഈഴവരെയും ഒന്നും ആ രീതിയിൽ കാണുകയും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ബേസിക്കലി സാംസ്കാരികമായിട്ട് നമ്മളാരും ഈ തങ്ങളുടെ ഫാമിലിയൊക്കെ അല്ലാത്ത ബാക്കി എല്ലാവരും ഇവിടെയുള്ള പഴയ ഹിന്ദുക്കൾ പല കാര്യങ്ങൾ കൺവേർട്ട് ചെയ്തതാണ്. അപ്പം നമ്മളിവിടെ ഹിന്ദു രാജാക്കന്മാരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ഇവിടെ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ സ്കോളേഴ്സ് ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും തന്നെ നമ്മളാരും 2ാം കിടക്കാരെ കരുതിയിട്ട. ഭരണത്തിന് നമുക്ക് അധികാരത്തിൽ ഒരു പക്ഷേ രാജാവാകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതാവേണ്ട ആവശ്യമില്ല. ഇപ്പം ഹിന്ദുക്കളെക്കാട്ടും കൂടുതൽ പരിഗണന ഹിന്ദുക്കൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് ഞാൻ നമ്മളെ ചർച്ചയിൽ തന്നെ പറയാം. പക്ഷേ ഈ സെക്കുലർ പാർട്ടികൾ നരേന്ദ്രമോദി ഫാസിസം മറ്റേതെന്ന് പറഞ്ഞു ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ആദിയ സോഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ തങ്ങൾ എനിക്കും വളരെ പഠിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് എന്നെ പുറമെ ഉണ്ടാവില്ല, ഞാൻ പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ ഞാൻ പങ്കെടുത്തു. അങ്ങനെ ശിഹാതങ്ങളുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പം മൂപ്പരും അദ്ദേഹം തീരെ പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവനയാണ് ആഗിയ സോഫിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അതിൻ്റെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടി. ആ തിരിച്ചടീൻ്റെ ഒക്കെ പുറത്തായിരിക്കും അവരിപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ കേരള മുസ്ലിങ്ങളായിട്ട് ഇപ്പം ജീവിക്കുന്നു നമ്മളെയൊക്കെ പോലെ. അതുകൊണ്ടാണ് അവരാരും തന്നെ ഈ തുർക്കി തുപ്പിട്ടിട്ട് നമ്മളും തുർക്കികളായിട്ടൊരു ബന്ധമില്ല. തുർക്കിയിൽ ഇസ്ലാം എത്തുന്നതിൻ്റെ നമ്മളെ വിശ്വാസം അനുസരിച്ച് തുർക്കിയിൽ ഇസ്ലാം എത്തുന്നതിൻ്റെ ഒരു 200-300 വർഷം മുമ്പ് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇസ്ലാം. അപ്പോൾ നമുക്ക് തുർക്കികളുമായി ഇവിടെ നമ്മളായിട്ട് കണക്ഷൻ ഇല്ല. നമ്മൾ അറബികളായിട്ട് പ്രവാചകനുമായിട്ട് നേരിട്ട് കണക്ഷൻ. തുർക്കികളായിട്ട് കണക്ഷൻ ഉത്തരേന്ത്യൻ മുസ്ലിംസാണ്. അവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ തുർക്കി ഇവിടെ എത്തിയത് ഈ മുസ്ലിം ലീഗൊക്കെ വഴിയാണ്, ഉത്തരേന്ത്യ വഴിയാണ്, പിന്നെ ഈ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി വഴിയാണ്. ആ പാരമ്പര്യം, ആ ഇടയ്ക്ക് വന്ന പാരമ്പര്യത്തെ നമ്മൾ മുറിച്ച് കളയേണ്ട സമയമായി. നമ്മൾ സാമൂതിരിയുടെ ആശ്രിതന്മാരും സാമൂതിരിയുടെ സപ്പോർട്ടേഴ്സുമായിട്ട് നിന്ന കോഴിക്കോട്ടെ പ്രധാനമന്ത്രിമാരാണ്. ഞാനും പറയുന്നത് വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പോൾ ഗഫൂർ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ പോലും ബേസിക്കലി മലബാറിലെ പാർട്ടിയാണ്. മലബാറിലെ പാർട്ടി മലബാറിലെ മുസ്ലിങ്ങളെ പാർട്ടിയാണ്. മലബാറിലെ മുസ്ലിം സാമൂതിരിയുടെ ലോയൽ ആയിട്ടുള്ള ആരായിരുന്നു? സപ്പോർട്ടേഴ്സ് ആയിരുന്നു. ഏറ്റവും ലോയൽ സപ്പോർട്ടേഴ്സ് നമ്മളായിരുന്നു. അപ്പം ആ കാര്യമായിട്ട് തിരിച്ചത് 2 വന്ദേമാതരമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നമ്മൾ അല്ലാഹു അല്ലാതെ വേദാനും വന്ദിക്കാൻ പാടില്ല. ഹിന്ദുക്കൾ വന്ദിച്ചോട്ടെ, നമ്മളാ പാട്ട് പാടുമ്പോൾ നമ്മൾ വന്ദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ വന്ദിക്കാതെ ബഹുമാനിക്കുന്നതിൻ്റെ രീതിയിൽ എടുത്താൽ മതി. ഇപ്പം ഞാൻ നിങ്ങളോട് ഡേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ ഡേ എന്ന് ഞാൻ നിങ്ങളങ്ങനെ വിളിക്കില്ല, പറയാൻ കൂടുതൽ എങ്കിൽ പോലും നമ്മൾ ഒരേ പ്രായമുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. ഡേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് അധികാരത്തിലുള്ളതാണ്. ഡേ
എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു സ്നേഹത്തിൽ വിളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു വാക്കിനെ പല രീതിയിൽ എടുക്കാം. അപ്പോൾ സാമൂഹ്യ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കണം. അല്ലാതെ കോൺഗ്രസ്സുകാരോ CPM-കാരോ ജമാഅത്ത് ഇസ്ലാമിക്കാരോ പറയുന്നതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹ് അല്ലാതെ മറ്റൊരാളെ വന്ദിക്കാൻ താല്പര്യമില്ല, നമ്മൾ വന്ദിക്കണ്ട. നമ്മളെ ഈ അർത്ഥത്തിൽ ബഹുമാനിക്കുന്ന അർത്ഥത്തിലെടുത്താൽ മതി. അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് ഖുർആൻ വഴി നിങ്ങൾ എവിടെ ഏത് ആയത്ത് ജീവിക്കുന്നത് അതിനോട് കൂറ് പുലർത്തി ജീവിക്കാനാണ്. അതിനാണ് മുസ്ലിം ലീഗും പറയുന്നത്. അല്ലാതെ നമ്മൾ ഉള്ള രാജ്യമെല്ലാം മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്ന് ഈ പറയുന്ന മുസ്ലിം ചില ഭാഗത്ത് ഖുർആനിൽ കോൺട്രഡിക്ടറി സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുക അതിനോട് കൂറ് പുലർത്തി ജീവിക്കുക എന്നുള്ള വ്യാഖ്യാനമാണ്. തീവ്രവാദികൾ എടുക്കുന്നത് അതല്ല, അതും കൂടി ഇസ്ലാമിക് ദാറുൽ ഇസ്ലാമാക്കി മാറ്റണമെന്ന്. അതിന് മുസ്ലിം ലീഗും എതിരാണ്. അപ്പോൾ അതിനോട് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ എടുത്താൽ മതി നമ്മളൊക്കെ എടുക്കുന്നത്. അതിന് തുപ്പിയും വേണ്ട. വന്ദേമാതരത്തിന് എണീറ്റിരിക്കുന്നതിന് പ്രശ്നമല്ല. എല്ലാവരും വിചാരിച്ച വന്ദേമാതരം ഇവിടെ ചൊല്ലില്ല എന്നായിരുന്നു. അത് നമ്മൾ ചൊല്ലി. അപ്പോൾ ഒന്ന് അവിടെ ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ മുന ഒടിഞ്ഞു, അതുപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മുനയും ഒടിഞ്ഞു, കമ്മ്യൂണിസ്റ്റുകളുടെ മുനയും ഒടിഞ്ഞു. അവരാണല്ലോ ഈ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഇസ്ലാമിക സ്നേഹം കാണിക്കുന്നത്. ക്രിസ്ത്യാനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. വന്ദേമാതരല്ല വേണേൽ ജയ്സുദിനാവും വിളിക്കും, അവർക്കത് പ്രശ്നമൊന്നുമല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് പൊളിഞ്ഞു. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കും വിളിച്ചു. അതാണല്ലോ പെന്തക്കോസ്തുകാർ നയിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഗവൺമെന്റ്. C. ചന്ദ്രശേഖർ പേര് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വിജയ് എന്ന് കേട്ടാൽ ശീലിച്ചിട്ട്. എന്നാൽ ചന്ദ്രശേഖർ ജോസഫ് വിജയ് എന്ന് അത് കൊടുത്തില്ല. C. ജോസഫ് വിജയ്. ആദ്യം കേടുന്നത് ജോസഫ്. അത് ബോധവുമാണ്. ഇവിടെ അവിടെ നമ്മളെക്കാട്ടും പ്രാദേശിക വികാരമുള്ള ആളുകളാണ്. ഇവിടെ VD സതീശൻ നമ്മൾ മലയാളത്തിലാണ് എഴുതിയാണ്, അവിടെ ഇംഗ്ലീഷിൽ. എന്തുകൊണ്ടത് ആംഗ്ലിക്കൻ ചർച്ച്. സാഹിബിനെ ബോധ്യപ്പെടുത്തണേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെക്കാട്ടും പ്രാദേശിക വികാരമുള്ളവരാണ് തമിഴൻ. ഈ പ്രാദേശിക വികാരമാണ് വിജയൻ അധികാരത്തിൽ. വിജയന്റെ വലിയ തങ്കത്തമിഴൻ, കറുത്ത തമിഴൻ വെളുത്ത പെണ്ണിനെ പ്രേമിക്കുന്നതാണ് വിജയന്റെ സിനിമയിലെ മൊത്തം കഥ. ഏത് സിനിമ നിങ്ങൾ എടുത്തു നോക്കി, ഏതെങ്കിലും കറുത്ത പങ്കുവച്ചിനെ അവൻ നായി ആക്കിയിട്ടുണ്ടോ? ഇല്ലല്ല. അപ്പോൾ എന്നിട്ട് ഇത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? സാഹിബിനെ കാണിക്കണം, ഫണ്ട് വരണം. വിജയ് ഒരു നാട്ടിൻ പുറത്താണല്ലേ. വിജയിന്റെ ഡ്രസ്സ് നിങ്ങളൊക്കെ പന്തക്കാസുകാരെ ബ്ലാക്കും വൈറ്റും അതൊക്കെ ചില സിനിമയിലൊക്കെ മൂപ്പൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്, തലൈവനിലൊക്കെ. അതിൻ്റെ പുറത്ത് ഈ കോട്ടും കൂടി ഇട്ടത് എന്തിനാ? ഈ തമിഴ്നാട്ടിലെ ഈ ഭയങ്കര കത്തുന്ന വെയിൽ. വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. സാഹിബിന്റെ ഡ്രസ്സ്, സാഹിബിന്റെ ഭാഷ, സാഹിബിന്റെ പേര്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. സതീശൻ എന്നാണ്. അപ്പൊ ലീഗ് ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന നേഷണൽ മുസ്ലിം BJP-നെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം എന്നല്ല അർത്ഥം. ഇന്ത്യയുടെ പൊതു സംസ്കാരമുണ്ട്, അതെല്ലാ ഇന്ത്യക്കാരിലും ഉള്ളതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുക, അതിനാരും എതിരല്ല. ആ രീതിയിൽ ഈ ലീഗ് മനസ്സിലാക്കിയെന്നത് നല്ല കാര്യമാണ്. അത് ജമാഅത്ത് ഇസ്ലാമി, SDPI ഒക്കെ അവർക്ക് എതിരെ ഇസ്ലാമല്ല ഇസ്ലാമിസ്റ്റുകൾ ഉയർന്ന ഭീഷണി അവർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളത്. അത് തങ്ങൾക്ക് അതിപ്പോഴെങ്കിലും ബോധ്യപ്പെട്ട എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരെ ഷിയാ തങ്ങൾ അതേ ലുക്കാണ് മൂപ്പര്. സംസാര രീതിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വളരെ നന്നായി. ഇതാണ് നമുക്ക് കേരളത്തിന് ആവശ്യം. എന്നപ്പാണ് മാത്യു കോയൽനാടൻ ഉണ്ടാക്കാൻ വന്നത്. ഇപ്പം എന്തായി? നമ്മളെ പയ്യൻ വന്നതേ ഇല്ലേ? റോജി അന്നേ നിങ്ങളോടാൻ പറഞ്ഞത് റോജിക്കാണ് സാധ്യത.